ഫസ്റ്റ് നാഡീകോശത്തിന്റെ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാഡീകോശത്തിന്റെ ചിത്രം വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ ചിത്രം വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയുന്ന ചിത്രമാണ് നാഡീകോശത്തിന്റെ ചിത്രം. അപ്പോൾ ചിത്രത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ഒരു റൗണ്ട് വരയ്ക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, റൗണ്ട് വരച്ചതിന് ശേഷം ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, ഫസ്റ്റ് സ്ട്രക്ചർ ഇതുപോലെ വരയ്ക്കാം. എന്നിട്ട് ഇതിന് 6 ഭാഗങ്ങളാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. 6 ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് വരയ്ക്കാം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വീഡിയോയിലായതുകൊണ്ട് തന്നെ ഒന്നുകൂടി വീഡിയോയിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്ട്രെസ് ചെയ്തൊന്നേ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു തണ്ട്. ഇപ്പം ക്ലിയർ ആയി കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഭാഗം വരയ്ക്കാൻ വളരെ എളുപ്പമല്ലേ? ജസ്റ്റ് ഇങ്ങനെ 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 ഈ സാധനം ആക്കിയിട്ട് റൗണ്ടിൽ ഒരു വട്ടം. ഓക്കെ, ഇനി ചിത്രത്തിലെ ഭാഗങ്ങളിലേക്ക് കിടക്കാം. ചിത്രം കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചുകൂടി ഒരു മോഡിഫൈഡ് ചെയ്ത് കുറച്ചുകൂടി ഒരു വരയ്ക്കാനുണ്ട്. പക്ഷെ മെയിൻ പിക്ചർ കഴിഞ്ഞു. ഇത്ര എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ് നാഡീകോശത്തിൻ്റെ ചിത്രം. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡോട്ട് ഇട്ട് വെച്ചു. കുറച്ച് ഡോട്ട് കൂടി. ഡോട്ട് അതിൽ കാണുന്നില്ലെന്ന് തോന്നുന്നു. കോശദ്രവ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? സാധാരണ കോശങ്ങൾക്ക് നമ്മൾ 8ാം ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. കോശങ്ങളിൽ മർമ്മം കാണപ്പെടും, കോശദ്രവ്യം കാണപ്പെടും. അത് തന്നെയാണ് നാഡീകോശത്തിലെ ആ ഡോട്ടിന്റെ അർത്ഥം കൂടി. ഇനി ഈ നാഡീകോശത്തിന്റെ ചിത്രത്തിൽ ഈ ഭാഗത്തെ നമുക്ക് തലയെന്നും ഈ ഭാഗത്തെ വാലായിട്ടും കണക്കാക്കാം. ഓക്കെ, ഈ ഭാഗം തലയായിട്ടും ഇത് വാലായിട്ടും. ഇനി ഈ തലഭാഗത്തുള്ള ഈ മൊത്തം കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോശ ശരീരം എന്ന് വിളിക്കുന്നത്. നാഡീകോശത്തിന്റെ കോശ ശരീരമാണ് ഇത്. കോശ ശരീരം. ഓക്കെ, ഉറപ്പിക്കുക, ഇത് ഫസ്റ്റ് കോശ ശരീരം. ഇനിയുള്ള 4 ഭാഗങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് 2 എണ്ണം പഠിച്ചാൽ 2 എണ്ണം ഫ്രീ ആണ്. റൈറ്റ്, അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഡെൻഡ്രോൺ. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഡെൻഡ്രൈറ്റ്. ഓക്കെ, അത് രണ്ടും 2 ഭാഗങ്ങളാണ്. ഒരു ഭാഗത്തിൻ്റെ തുടർച്ചയായ ഭാഗത്തെയാണ് രണ്ടാമത്തത്. അപ്പോൾ ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്.
ആക്സോൺ, ആക്സോണൈറ്റ്. അത് മറ്റു രണ്ട് ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഡെൻഡ്രോൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഡെൻഡ്രൈറ്റ് കിട്ടുന്നു. ആക്സോൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സോണൈറ്റ് കിട്ടുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ. ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സോൺ, ആക്സോണൈറ്റ്. ഇനി ഈ 4 ഭാഗങ്ങളും ഈ ചിത്രത്തിൽ എവിടെ കാണപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. റൈറ്റ്. ഫസ്റ്റ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്നും തുടർച്ചയായി കാണപ്പെടുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നത്. കോശ ശരീരത്തിന്റെ തുടർച്ചയായ ഭാഗത്തെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നു. കോശ ശരീരത്തിന്റെ തുടർച്ചയായ ഭാഗത്തെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നു. ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഡെൻഡ്രോണിന്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഡെൻഡ്രോണിന്റെ ശാഖകളെ കാണുന്നുണ്ടോ? ഇല്ല, വരയ്ക്കണം. റൈറ്റ്. അപ്പോൾ ഇത് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ശാഖകൾ വരയ്ക്കുന്നു. ആ ശാഖകളുടെ പേരാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. റൈറ്റ്. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? എല്ലാ ഡെൻഡ്രോണുകൾക്കും നമ്മൾ ശാഖകൾ വരയ്ക്കണം. എല്ലാ ഡെൻഡ്രോണുകൾക്കും ശാഖകൾ വരയ്ക്കണം. ഉണ്ടല്ലോ. അപ്പൊ എല്ലാ ഡെൻഡ്രോണുകൾക്കും നമ്മൾ ശാഖകൾ വരച്ചല്ലോ. പിക്ചറിൽ ക്ലിയർ അല്ലേ? എല്ലാ ഡെൻഡ്രോണുകൾക്കും നമ്മൾ ശാഖകൾ വരച്ചു. ഡെൻഡ്രോണിന്റെ ശാഖകളുടെ പേരാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗം ആക്സോൺ, ആക്സോണൈറ്റ്. ആക്സോൺ, ആക്സോണൈറ്റ്. കോശ ശരീരത്തിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഭാഗമാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഭാഗമാണ്, ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ആക്സോൺ. ക്ലിയർ? അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് ഏറ്റവും നീളം കൂടിയ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഇതാണ്. ഇതിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒന്നുകൂടെ പറഞ്ഞേ. ആക്സോൺ. 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 എന്താണ്? ആക്സോൺ. എഴുതുന്ന ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ആക്സോൺ, ആക്സോൺ. ഇനി ആക്സോൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആക്സോണൈറ്റ്. ആക്സോൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സോണൈറ്റ് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ആക്സോണൈറ്റ് എന്താണെന്ന് നോക്കാം. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ഇവിടെ ഇതാണ് ആക്സോണ്. ഇതിന്റെ ശാഖകളാണ്, ആക്സോണിന്റെ ശാഖകളാണ് ഈ പോയിരിക്കുന്നതാണ് ആക്സോണിന്റെ ശാഖകൾ. അപ്പൊ അതാണ് ആക്സോണൈറ്റ്. എന്താണ്? ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. അപ്പൊ ഇതെവിടെ എഴുതും? ഇവിടെ കൊടുക്കാം. ആക്സോണൈറ്റ്. ക്ലിയർ? ആക്സോൺ, ആക്സോണൈറ്റ്. ആക്സോൺ, ആക്സോണൈറ്റ്. ഇനി ഇതുവരെ നമ്മൾ എത്ര ഭാഗങ്ങൾ പഠിച്ചു? ഡെൻഡ്രോൺ പഠിച്ചു, ഡെൻഡ്രൈറ്റ് പഠിച്ചു, ആക്സോൺ പഠിച്ചു, ആക്സോണൈറ്റ് പഠിച്ചു, പിന്നെ കോശ ശരീരം. അങ്ങനെ മൊത്തം 1, 2, 3, 4, 5. ഇനി 2 ഭാഗങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഈ ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേരാണ് ശ്വാൻ കോശം. എന്താണ്? ശ്വാൻ കോശം. ശ്വാൻ കോശം. ഓക്കെ, ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗത്തെ പറയുന്നതാണ് ശ്വാൻ കോശം. അപ്പൊ അതെങ്ങനെയാ വരയ്ക്കുന്നത് നോക്കാം. അതും വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ കഴിയും. ഫസ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരു ചതുരം വരച്ചാൽ മതി.
ഓക്കെ, അടുത്ത ചതുരം വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത ചതുരം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇതിൽ ഇങ്ങനെ പോയാൽ മതി. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി, പെന്നുകൊണ്ടാണോ പെൻസിൽ കൊണ്ടാണോ നിങ്ങൾ വരച്ച് പഠിക്കുന്നതെങ്കിൽ അവിടെ ഈ സർക്കിളിന് എന്ത് ചെയ്യുക, ഡാർക്ക് ആക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. വീണ്ടും അടുത്ത ചതുരം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ഡാർക്ക് പോയിന്റ് വേണ്ട, ജസ്റ്റ് ചതുരം വരച്ചാൽ മതി. വീണ്ടും അടുത്ത ചതുരം നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ഡാർക്ക് പോയിന്റ് കാണിക്കണം. വീണ്ടും നമ്മൾ ഒരു ചതുരം കൂടി കാണിക്കണം. അങ്ങനെ നമ്മൾ എവിടെ വരെ എത്തിക്കണം ഈ ചതുരം? ആക്സോണിന്റെ ശാഖയായ ആക്സോണൈറ്റ് തുടങ്ങുന്നത് വരെ ഈ എന്ത് കാണിക്കപ്പെടുന്നു, ഷ്വാൻ കോശത്തെ വരച്ചു കാണിക്കും. ഇത് രണ്ടും, ഈ ഡാർക്ക് പോയിന്റ് ഉള്ളതും ഡാർക്ക് പോയിന്റ് ഇല്ലാത്തതുമായ ചതുരത്തെയും നമ്മൾ എന്ത് തന്നെയാണ് വിളിക്കുന്നത്, ഷ്വാൻ കോശം എന്നാണ് വിളിക്കുന്നത്. ഷ്വാൻ കോശം ഏതിൻ്റെയൊക്കെ ഇടയിൽ കാണപ്പെടുന്നു? നാഡീകോശത്തിന്റെ കോശ ശരീരത്തിനും പിന്നെ ആക്സോണൈറ്റിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ആക്സോണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷ്വാൻ കോശങ്ങൾ കാണപ്പെടുന്നത്. ഇനി ഷ്വാൻ കോശത്തിന്റെ ധർമ്മങ്ങളൊക്കെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഷ്വാൻ കോശത്തിന്റെ ധർമ്മങ്ങൾ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഇതിന്റെ നാഡീകോശത്തിന്റെ ചിത്രവുമായി ബന്ധപ്പെട്ട് അതിൽ പാർട്ട് എ, ബി, സി. സിയിൽ എന്ത് ചോദിക്കാറുണ്ട്? ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കോശം ഏത്? ഷ്വാൻ കോശം. ഷ്വാൻ കോശത്തിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ അതിലൊരു പാർട്ടായിട്ട് ചിലപ്പോൾ എങ്ങനെയും ചോദിക്കാറുണ്ട്, ഷ്വാൻ കോശത്തിന്റെ ധർമ്മങ്ങൾ ചോദിക്കാറുണ്ട്. റൈറ്റ്, ഷ്വാൻ കോശത്തിന്റെ ധർമ്മങ്ങൾ ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് എടുക്കാം. അതിനു മുന്നേ ഷ്വാൻ കോശം കാണപ്പെടുന്നത് കോശ ശരീരത്തിനും ആക്സോണൈറ്റിനും ഇടയിലാണ്. പഠിച്ചോ? കോശ ശരീരത്തിനും ആക്സോണൈറ്റിനും ഇടയിലായിട്ട് ഷ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നു. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? കോശ ശരീരത്തിനും ആക്സോണൈറ്റിനും ഇടയിലായി ആക്സോണിനെ വലയം ചെയ്ത് ഷ്വാൻ കോശങ്ങൾ കാണപ്പെടുന്നു. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വലയം ചെയ്തെന്ന് പറയുമ്പോൾ ഇതിന്റെ താഴെ നമ്മൾ വരയ്ക്കണം. താഴെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു ചതുരം വരച്ചില്ലേ, ആ ചതുരത്തിന് ഡാർക്ക് പോയിന്റ് ഫസ്റ്റ് നമ്മൾ ഇവിടെ വരച്ചത് ഡാർക്ക് പോയിന്റ് ഇല്ലാത്ത ചതുരമാണ്. അതിന് തൊട്ട് താഴെയായിട്ട് വരയ്ക്കുന്ന ചതുരത്തിന് എന്തുണ്ടായിരിക്കണം? ഡാർക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ഡാർക്ക് പോയിന്റ്സ് ഇല്ലാത്ത ചതുരമാണ്. അതിന് തൊട്ട് താഴെയായിട്ട് വരയ്ക്കുന്ന അതിന് തൊട്ട് താഴെയായിട്ട് വരയ്ക്കുന്ന ചതുരത്തിന് ഡാർക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി കാണുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ പിന്നെ ഇതിന് മുകളിൽ അടുത്ത നമ്മൾ എന്ത് കാണപ്പെടുന്നുണ്ട്? ഡാർക്ക് പോയിന്റ്സ് ഉള്ളൊരു ചതുരമാണ് കാണപ്പെടുന്നത്. അതിന്റെ താഴെ എങ്ങനെയുള്ള ചതുരമാണ് വരയ്ക്കേണ്ടത്? ഡാർക്ക് പോയിന്റ് ഇല്ലാത്ത ചതുരമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. എവിടം വരെ? ആക്സോണൈറ്റ് വരെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ചിത്രം ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ നാഡീകോശത്തിന്റെ ചിത്രം. ഇനി നമ്മൾ ഷ്വാൻ കോശം എന്ന് അടയാളപ്പെടുത്തിയിട്ടില്ല. ഷ്വാൻ കോശത്തെ അടയാളപ്പെടുത്തുകയാണ്. ഷ്വാൻ കോശം. ഇനി ഒരു ലാസ്റ്റ് വണ്ണായിട്ട് ഒരു ഭാഗം കൂടിയുണ്ട്. മൊത്തം 7 ഭാഗങ്ങൾ. അതിൽ ലാസ്റ്റ് ഭാഗം പറയുന്നതാണ് സിനാപ്റ്റിക് നോബ്. ഏതാണ്? സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് നമ്മുടെ ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്കിനി അത് ഫില്ല് ചെയ്യാം. ഈ ആക്സോണൈറ്റിനെ കുറച്ചുകൂടി ഇങ്ങനെ നമ്മൾ ഡെൻഡ്രൈറ്റ് വരച്ച പോലെ ഇവിടെ ഇങ്ങനെ കൂടെ വരയ്ക്കുക. എന്നിട്ട് ഈ ആക്സോണൈറ്റിന്
അഗ്രഭാഗത്തായിട്ട് ഡോട്ട് ഇടുക. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തായിട്ട് ഡോട്ട് ഇടുക. ആ അഗ്രഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഈ 7 പാർട്സ് ആണ് നമ്മുടെ നാഡീകോശത്തിനുള്ളത്. ഇതിൽ സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുക നാഡീകോശത്തിന്റെ ചിത്രം വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്കിത് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് വേണമെങ്കിൽ അവര് നേരിട്ട് ഒരു ഭാഗങ്ങളും ലേബൽ ചെയ്യാൻ പറയൂല, ഒറ്റ ഭാഗങ്ങളും നേരിട്ട് ലേബൽ ചെയ്യാൻ പറയില്ല. ഉദാഹരണമായിട്ട് ഡെൻഡ്രോണിന്റെ ശാഖ ഏത്, അങ്ങനെ. അല്ലെങ്കിൽ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശത്തിന്റെ പേരെന്ത്? ഓക്കെ, അപ്പൊ ശ്വാൻകോശം. ശ്വാൻകോശം ലേബൽ ചെയ്യാൻ വേണ്ടി പറയില്ല, ശ്വാൻകോശം ലേബൽ ചെയ്യൂ അല്ലെ ശ്വാൻകോശം രേഖപ്പെടുത്തൂ അങ്ങനെ പറയില്ല. പകരം എന്ത് ചോദിക്കും? ആക്സോണൈറ്റിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശത്തിന്റെ പേരെന്ത്? അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം? എല്ലാ ഭാഗങ്ങളുടെയും ധർമ്മം, ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിന്റെയും ഫങ്ഷൻസിലേക്ക് കിടക്കാം. ഈ നാഡീകോശം ചെയ്യുന്ന ധർമ്മം എന്താണ്? നാഡീകോശം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തിയിട്ട് സന്ദേശം അയക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് സന്ദേശം അയക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാഡീകോശത്തിന്റെ 7 ഭാഗങ്ങളും വ്യത്യസ്തമാർന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ആ ഓരോ ധർമ്മങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് എന്താണ് നാഡീകോശം എന്ന് നോക്കാം. റൈറ്റ്, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ്. അതായത് നാഡീകോശം ചേർന്നാണ് എന്തുണ്ടാവുന്നത്? നാഡികൾ ഉണ്ടാവുന്നത്. റൈറ്റ്, അപ്പോൾ ആ നാഡീകോശത്തിന്റെ ചിത്രം. ഇനിയിപ്പോ തൊട്ടടുത്ത് ഒരു നാഡി, ഈ കോശത്തിന്റെ തൊട്ടടുത്തായിട്ട് മറ്റു നാഡീകോശങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഒരു നാഡീകോശം ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ മറ്റൊരു നാഡീകോശം കാണപ്പെടുന്നു. ആ നാഡീകോശത്തിൽ നിന്നും സന്ദേശം ഈ നാഡീകോശത്തിന് കൈമാറുന്നു. അപ്പോ ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു നാഡീകോശത്തിന്റെ കോശശരീരവും മറ്റേ നാഡീകോശത്തിന്റെ സിനാപ്റ്റിക് നോബും ആയിരിക്കും കണക്ഷൻ ഉണ്ടാവുക. സിനാപ്റ്റിക് നോബും പിന്നെ കോശശരീരത്തിന്റെ ഡെൻഡ്രൈറ്റുമായിട്ടാണ് കണക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അതായത് തലയും വാലും. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നാഡീകോശത്തിന്റെ തലഭാഗം ഇതാണ്, ഇത് വാലുഭാഗം. ഇത് ഇനി അടുത്തൊരു നാഡീകോശത്തിന്റെ വാലുമായിട്ടായിരിക്കും ഈ തല കണക്റ്റ് ആയിട്ടുണ്ടാവുക. ആ ചിത്രം ക്ലിയർ ആയോ? ഓക്കെ, എന്നിട്ട് ഓരോ നാഡീകോശത്തിലൂടെയും നമ്മുടെ സന്ദേശം തലച്ചോറിലേക്ക് പോകുന്നു. തലച്ചോറിൽ നിന്ന് പ്രതികരണ പ്രവർത്തനം തിരിച്ച് വരികയും ചെയ്യുന്നു. റൈറ്റ്, അങ്ങനെ ഈ നാഡീകോശത്തിന്റെ 7 ഭാഗങ്ങൾക്കും വ്യത്യസ്തമാർന്ന ധർമ്മങ്ങളുണ്ട്. അവ മൊത്തമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാഡീകോശത്തിലൂടെ സന്ദേശങ്ങൾ വഹിച്ചു പോകുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഏതൊക്കെയായിരുന്നു ഭാഗങ്ങൾ? നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ, കോശശരീരം. ഈ ഭാഗം വരച്ചു കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും രേഖപ്പെടുത്തുക? കോശശരീരം. നമുക്കത് ഓർമ്മിക്കാനുള്ള ഒറ്റ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഈ തലയിൽ മൊത്തമായിട്ട് ഒരു കുറച്ചുകൂടെ വലിയ പോർഷൻ ആയിട്ട് ഈ ഒരു ഭാഗമല്ലേ കാണുന്നത്, അല്ലെ? നമ്മൾ ഒരാളെ കൺസിഡർ ചെയ്യണമെങ്കിലും ഇത് കാണുമ്പോൾ ഇതിന്റെ ഒരു ശരീരമായിട്ട് തോന്നുന്നില്ലേ? ഓക്കെ, ഇതാണ് കോശശരീരം. കോശശരീരത്തിന്റെ തൊട്ടടുത്ത ഭാഗമാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. കോശശരീരത്തിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഭാഗമാണ് ആക്സോൺ. ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശത്തിന്റെ പേരാണ് ശ്വാൻകോശം.
ഇത്രയും ഭാഗങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ നാഡീകോശം. ക്ലിയർ? ഓക്കെ. ഇനി ഈ 7 ഭാഗങ്ങളും നിർവഹിക്കുന്ന ധർമ്മങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൽ നമുക്ക് 2 ഫങ്ഷൻസ്, 2 ധർമ്മങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, കോശ ശരീരത്തിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഭാഗം. കോശ ശരീരം ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ കോശ ശരീരത്തിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. ആദ്യം നമ്മൾ ഡെൻഡ്രോണിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് ഡെൻഡ്രോൺ. അതാണ് നമ്മൾ ഫംഗ്ഷനിൽ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ. ഇനി ഡെൻഡ്രൈറ്റിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിച്ച് കോശ ശരീരത്തിലേക്ക് കൈമാറുന്ന ആളാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്നും സന്ദേശങ്ങൾ കോശ ശരീരത്തിലേക്ക് കൈമാറുന്ന ആളാണ് ഡെൻഡ്രോൺ. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു ഇതിന്റെ തൊട്ടടുത്ത്, അതായത് നാഡീകോശത്തിന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു നാഡീകോശം കാണപ്പെടും. ഓക്കെ, അത് വേണമെങ്കിൽ അവിടെ ഒന്ന് വരച്ചു തരാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒന്ന്. ഇവിടെ എങ്ങനെ ഉണ്ടാവും? വളരെ ചെറുതായിട്ട് വരച്ചാണ്. ഓക്കെ, അപ്പൊ സന്ദേശം ഇതിലേ ഇങ്ങനെ വരുന്നു. സന്ദേശം വന്നു കഴിഞ്ഞ് സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. ആ സന്ദേശം തൊട്ടടുത്ത നാഡീകോശം സ്വീകരിക്കുന്നു. ആര് സ്വീകരിക്കുന്നു? നാഡീകോശത്തിന്റെ ആര് സ്വീകരിക്കുന്നു? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ഈ സന്ദേശത്തെ ഡെൻഡ്രോൺ വഴി കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ക്ലിയർ? അപ്പോ ഡെൻഡ്രോണിന്റെ ധർമ്മം എന്താണ്? ഡെൻഡ്രൈറ്റിൽ നിന്നും സന്ദേശങ്ങളെ അല്ലെ ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുക. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. പിന്നെയോ ഡെൻഡ്രൈറ്റിൽ നിന്നും സന്ദേശങ്ങളെ അല്ലെങ്കിൽ ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോൺ ആണ്. ഇതാണ് ഡെൻഡ്രോൺ. ഈ 2 ധർമ്മങ്ങളാണ് നമുക്ക് ഡെൻഡ്രോണിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്താണ്? ഒന്നുകൂടെ നോക്കുക. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം. പിന്നെ ഡെൻഡ്രൈറ്റിൽ നിന്ന് സന്ദേശങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോൺ ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡെൻഡ്രൈറ്റിലേക്ക് കടക്കാം. ഡെൻഡ്രൈറ്റിന്റെ ധർമ്മം. ഡെൻഡ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ഡെൻഡ്രോണിനെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഡെൻഡ്രൈറ്റിനെയും പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഇനി ഡെൻഡ്രൈറ്റിന്റെ ധർമ്മം. ഡെൻഡ്രൈറ്റിന്റെ ധർമ്മം എന്താണ്? തൊട്ടടുത്ത നാഡീകോശത്തിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുക. അല്ലെ? സ്വീകരിക്കുന്ന ആള്, അതാണ് ഡെൻഡ്രൈറ്റ്. എന്നിട്ടോ ഡെൻഡ്രോൺ വഴി കോശ ശരീരത്തിലെത്തുന്നു. ഇപ്പൊ നമ്മുടെ സന്ദേശം എവിടെ എത്തി നിൽക്കുന്നത്? കോശ ശരീരത്തിൽ. ആരൊക്കെ ഇതിനു വേണ്ടി സഹായിച്ചു? ഡെൻഡ്രൈറ്റ് സഹായിച്ചു, ഡെൻഡ്രോൺ സഹായിച്ചു. നമ്മുടെ സന്ദേശം കോശ ശരീരത്തിലെത്തി. ഇനി ഇത് എവിടത്തേക്ക് ചെല്ലണം? ആക്സോൺ വഴി, ആക്സോണൈറ്റ് വഴി, സിനാപ്റ്റിക് വഴി തൊട്ടടുത്ത നാഡീകോശത്തിലെത്തണം. ഇങ്ങനെ കാല് തൊട്ട് നമ്മുടെ എവിടെ വരെ എത്തണം? തലച്ചോറ് വരെ. തലച്ചോറോ തിരിച്ച് പ്രതികരണ പ്രവർത്തനം കൊടുക്കുകയും ചെയ്യും. അത് ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലായാലും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കാം. ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോണിന്റെ ശാഖകൾ. ഡെൻഡ്രോണിന്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. പിന്നെ ഡെൻഡ്രൈറ്റിന്റെ ധർമ്മം തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന്, അല്ലെങ്കിൽ എന്ത് പറയാം, നാഡീകോശത്തിൽ നിന്ന്. ഓക്കെ, നാഡീകോശത്തിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ക്ലിയർ അല്ലേ? ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. കോശ ശരീരം, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. ക്ലിയർ? നെക്സ്റ്റ്, ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്ന് ഏറ്റവും നീളം കൂടിയ തന്തു. ഓക്കെ, കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ആക്സോൺ. ആക്സോണിന്റെ ധർമ്മം കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കാൻ വേണ്ടി സഹായിക്കുന്നു.
എന്താ പറഞ്ഞ ക്ലിയർ ആയിക്കോ? അതായത് ഈ കോശ ശരീരത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ആവേഗങ്ങളെ തൊട്ടടുത്ത ഭാഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാത അല്ലെ ഒരു വഴിയാണ് ഏത്? ആക്സോൺ. ക്ലിയർ ആയോ? ആക്സോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ തന്തു. അതിന്റെ ധർമ്മം കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്സോണൈറ്റ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ആക്സോണൈറ്റ്. ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. അതിന്റെ ധർമ്മം സന്ദേശങ്ങളെ, ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുക. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുക. ആക്സോണിന്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുകയാണ് ആക്സോണൈറ്റിന്റെ ധർമ്മം. ഓക്കെ, അടുത്തതായി സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. പിന്നെ സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്നു. ഓക്കെ, നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്നു. എന്തിനായിരിക്കും ഈ നാഡീയ പ്രേഷകം? തൊട്ടടുത്ത നാഡീകോശത്തെ ഉത്തേജിപ്പിക്കുകയാണ് നാഡീയ പ്രേഷകത്തിന്റെ ധർമ്മം. നാഡീയ പ്രേഷകം എന്ന് പറഞ്ഞാൽ ഒരു ദ്രവമാണ്. ആ നാഡീയ പ്രേഷകം എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത നാഡീകോശത്തെ ഉത്തേജിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയായിരിക്കും ഉത്തേജിപ്പിക്കുന്നത്? ഇവിടെ നിന്ന് കൈമാറുന്ന ആവേഗത്തെ വളരെ വേഗത്തിൽ തൊട്ടടുത്ത നാഡീകോശം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാഡീ പ്രേഷകം അടുത്ത നാഡീകോശത്തെ ഉത്തേജിപ്പിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്നത് ആരാണ്? സിനാപ്റ്റിക് നോബ്. അപ്പൊ നമുക്കിത് മൊത്തമായിട്ട് ഈ 7 ഭാഗങ്ങളെയും ഇതുകൂടി ഉണ്ട് അല്ലെ, ശ്വാൻകോശം. ശ്വാൻകോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശത്തെയാണ് ശ്വാൻകോശം. ശ്വാൻകോശം എന്ന് പറഞ്ഞാൽ ശ്വാൻകോശത്തിന്റെ ധർമ്മം എന്തെന്നാൽ ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ശ്വാൻകോശത്തിന്റെ ധർമ്മം. അതായത് ഈ ആക്സോണില്ലേ, ഈ നീണ്ടു നിൽക്കുന്ന ഭാഗമില്ലേ, ഇതിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ശ്വാൻകോശത്തിന്റെ ധർമ്മം. ഈ 7 ഭാഗങ്ങളും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ക്ലിയർ? അടുത്തതായി മിക്ക നാഡീകോശങ്ങളുടെയും ആക്സോൺ മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. തൊട്ടു മുൻപേ നമ്മൾ പറഞ്ഞത് എന്താണ്? നാഡീകോശത്തിന്റെ ആക്സോൺ ശ്വാൻ കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ഈ ശ്വാൻ കോശങ്ങൾ ആക്സോണിനെ സംരക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? മിക്ക നാഡീകോശത്തിന്റെയും ആക്സോൺ മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ സ്തരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മയലിൻ ഷീത്ത്. മയലിൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മയലിൻ. ക്ലിയർ? മയലിൻ. ഈ മയലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ സ്തരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മയലിൻ ഷീത്ത്. എന്താണ്? മയലിൻ ഷീത്ത്. ശ്രദ്ധിക്കാം. മയലിൻ ഷീത്ത്. മയലിൻ ഷീത്തിന്റെ ചിത്രം കഴിഞ്ഞ ഏതൊരു എക്സാമിന്, ക്വാർട്ടർലിയോ ആനുവൽ എക്സാമിനൊക്കെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, മയലിൻ ഷീത്തിന്റെ ചിത്രം കൊടുത്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് പാർട്സുകളും പിന്നെ അതിന്റെ ധർമ്മവും. ക്ലിയർ? അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശമാണ് ശ്വാൻകോശം. ഇപ്പോഴും നമ്മൾ പറയുന്നത് മിക്ക നാഡീകോശങ്ങളുടെയും ആക്സോണുകൾ മയലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ സ്തരത്തെ വിളിക്കുന്ന പേരാണ് മയലിൻ ഷീത്ത്. അപ്പൊ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ? എന്തെന്ന് വെച്ചാൽ ഈ ശ്വാൻകോശം എന്ന് ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ മയലിൻ ഷീത്ത് ഒന്ന് മായ്ക്കുക. എന്നിട്ട് ഇത് ഒരു ആക്സോണിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത്
ദാ ഇവിടെ വരച്ചത്. ക്ലിയർ? ദാ ഈ ഭാഗം കട്ട് ചെയ്ത് ഇവിടെ വരച്ചത്. അങ്ങനെ ഇതിനെ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നതാണ് ശ്വാൻ കോശം. ഈ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതാണ് ശ്വാൻ കോശം. ആ ശ്വാൻ കോശം ആവർത്തിച്ച് വലയം ചെയ്ത് ഉണ്ടായ ഈ കൊഴുപ്പ് ആവരണത്തെ എന്ത് വിളിക്കുന്നു? മൈലിൻ. ഈ സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിന്റെയും ധർമ്മം എന്താണ്? ആക്സോണിനെ സംരക്ഷിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ശ്വാൻ കോശം ആവർത്തിച്ച് വലയം ചെയ്യുമ്പോഴാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത്. മൈലിൻ ഷീത്തിന്റെ ധർമ്മവും ആക്സോണിനെ സംരക്ഷിക്കുക എന്നതാണ്. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിൻ ഷീത്തിന്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ്. ഇനി മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. മൈലിൻ ഷീത്തിന്റെ ധർമ്മം എന്തെന്ന് വെച്ചാൽ ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക. പോഷക ഘടകങ്ങൾ അല്ലെ പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയാണ് മൈലിൻ ഷീത്തിന്റെ ധർമ്മം. ഓക്കെ, രക്തക്കുഴലുകളിൽ നിന്നും മൈലിൻ ഷീത്ത് ആഗിരണം ചെയ്യപ്പെടുന്ന ഓക്സിജൻ, പോഷകങ്ങൾ ആരിലേക്ക് കൈമാറുന്നു? ആക്സോണിലേക്ക് കൈമാറുന്നു. അപ്പോൾ മൈലിൻ ഷീത്തിന്റെ ഒന്നാമത്തെ ധർമ്മം പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ ആക്സോണിലേക്ക് എത്തിക്കുക. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. 2, പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ ആക്സോണിന് എത്തിക്കുക. മൂന്നാമത്തത് ഒരു വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുക. വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുക. അതായത് ആവേഗങ്ങൾ എന്തായിട്ടാണ് കടന്നു പോകുന്നത്? ചാർജായിട്ടാണ്. ആ ചാർജുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു വേഗത വർദ്ധിപ്പിക്കാൻ ആര് സഹായിക്കുന്നു? ഈ മൈലിൻ ഷീത്ത്. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഈ മൈലിൻ ഷീത്ത് ചെയ്തു കൊടുക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അപ്പൊ ഒന്നുകൂടെ നോക്കാം. മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. മൈലിൻ ഷീത്തിന് വെള്ള നിറമാണ്. പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ ആക്സോണിന് നൽകുക. പിന്നെ മൂന്നാമത്തത് ഒരു വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുക. നാലാമത്തത് ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഭാഗത്തിൽ എന്താ വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാഡീകോശം. നാഡീകോശവും നാഡീകോശത്തിന്റെ ചിത്രം, ഭാഗങ്ങൾ, ധർമ്മങ്ങൾ. പിന്നെ നമ്മൾ എന്തിലേക്ക് കടന്നു? ആക്സോണിനെ സംരക്ഷിക്കുന്ന ആ ഭാഗത്തിലെ ശ്വാൻകോശം. ശ്വാൻകോശം ആവർത്തിച്ച് വലയം ചെയ്ത് രൂപം കൊള്ളുന്ന ആ ഒരു സ്ഥലത്തെ, ആ ഒരു കൊഴുപ്പാവരണത്തെ നമ്മൾ എന്ത് വിളിച്ചു? മൈലിൻ ഷീത്ത് എന്ന് വിളിച്ചു. റൈറ്റ്. ആ മൈലിൻ ഷീത്ത് എന്താണെന്നും അതിന്റെ ധർമ്മം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാഡീകോശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാം നാഡീകോശത്തിന് എങ്ങനെയൊക്കെ ഒരു 2 എക്സാം ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ക്ലിയർ? മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിൻ ഷീത്തിന്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ്. ഇനി മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. മൈലിൻ ഷീത്തിന്റെ ധർമ്മം എന്തെന്ന് വെച്ചാൽ ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക. പോഷക ഘടകങ്ങൾ അല്ലെ പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയാണ് മൈലിൻ ഷീത്തിന്റെ ധർമ്മം. ഓക്കെ, രക്തക്കുഴലുകളിൽ നിന്നും മൈലിൻ ഷീത്ത് ആഗിരണം ചെയ്യപ്പെടുന്ന ഓക്സിജൻ, പോഷകങ്ങൾ ആരിലേക്ക് കൈമാറുന്നു? ആക്സോണിലേക്ക് കൈമാറുന്നു. അപ്പോൾ മൈലിൻ ഷീത്തിന്റെ ഒന്നാമത്തെ ധർമ്മം പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ ആക്സോണിലേക്ക് എത്തിക്കുക. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. 2, പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ ആക്സോണിന് എത്തിക്കുക. മൂന്നാമത്തത്
ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുക. വൈദ്യുത ഇൻസുലേറ്റർ ആയി വർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക. അതായത് ആവേഗങ്ങൾ എന്തായിട്ടാണ് കടന്നു പോകുന്നത്? ചാർജായിട്ടാണ്. ആ ചാർജുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു വേഗത വർദ്ധിപ്പിക്കാൻ ആര് സഹായിക്കുന്നു? ഈ മൈലിൻ ഷീത്ത്. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഈ മൈലിൻ ഷീത്ത് ചെയ്തു കൊടുക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അപ്പൊ ഒന്നുകൂടെ നോക്കാം മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. മൈലിൻ ഷീത്തിന് വെള്ള നിറമാണ്. പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ ആക്സോണിന് നൽകുക. പിന്നെ മൂന്നാമത്തത് ഒരു വൈദ്യുത ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുക. നാലാമത്തത് ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഭാഗത്തിൽ എന്താ വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാഡീകോശം. നാഡീകോശവും നാഡീകോശത്തിന്റെ ചിത്രം, ഭാഗങ്ങൾ, ധർമ്മങ്ങൾ. പിന്നെ നമ്മൾ എന്തിലേക്ക് കടന്നു? ആക്സോണിനെ സംരക്ഷിക്കുന്ന ആ ഭാഗത്തിലെ ശ്വാൻകോശം. ശ്വാൻകോശം ആവർത്തിച്ച് വലയം ചെയ്ത് രൂപം കൊള്ളുന്ന ആ ഒരു സ്ഥലത്തെ, ആ ഒരു കൊഴുപ്പ് ആവരണത്തെ നമ്മൾ എന്ത് വിളിച്ചു? മൈലിൻ ഷീത്ത് എന്ന് വിളിച്ചു. റൈറ്റ്. ആ മൈലിൻ ഷീത്ത് എന്താണെന്നും അതിന്റെ ധർമ്മം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാഡീകോശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാം നാഡീകോശത്തിന് എങ്ങനെയൊക്കെ ഒരു 2 എക്സാം ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ക്ലിയർ? ക്വസ്റ്റ്യൻ ഞാൻ റെഫർ ചെയ്ത നോട്ടിൽ നിന്ന് വായിച്ചു പോവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. അതായത് മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾക്കനുസരിച്ചുള്ള ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്ക് ഉണ്ട്. അപ്പോൾ പകർത്തി വരക്കാൻ മറക്കരുത്. ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾക്കനുസരിച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. സൂചകങ്ങൾ നമ്മൾ എന്തായിരിക്കും? പഠിച്ചിരിക്കുന്ന ധർമ്മങ്ങളാണ്. ആ ധർമ്മങ്ങൾ പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ കഴിയൂ. ക്ലിയർ? അപ്പൊ സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എ, ആവേഗങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ആവേഗങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ആവേഗങ്ങൾ സ്വീകരിക്കുക എവിടെയായിരുന്നു? ഇവിടെയാണ്. ഇതേതാണ് ഫസ്റ്റ് പാർട്ട്? ഡെൻഡ്രൈറ്റ്. നെക്സ്റ്റ്, ആവേഗങ്ങളെ കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്ന ഭാഗം. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്ന ഭാഗം ആക്സോൺ. നെക്സ്റ്റ്, സി, നാഡീയ പ്രേഷകം വഹിക്കുന്ന ഭാഗം, അല്ലെ നാഡീയ പ്രേഷകം സ്രവിക്കുന്ന ഭാഗം. നാഡീയ പ്രേഷകം എവിടെ നിന്നാണ് സ്രവിക്കുക? സിനാപ്റ്റിക് നോബിൽ നിന്ന്. ഈ 3 ധർമ്മങ്ങളും പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഭാഗങ്ങൾ അറിയാൻ കഴിയും. എങ്കിൽ മാത്രമാണ് ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ കഴിയും. അപ്പൊ ചിത്രം പകർത്തി വരക്കുക, 3 ഭാഗങ്ങളും എഴുതുക, അങ്ങനെ 4 മാർക്ക്. ഇനി ഇതേ ഒരു ചോദ്യം മറ്റൊരു രീതിയിൽ വരാം. നമുക്കത് നോക്കാം. ഫസ്റ്റ്, ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും നാഡീയ കോശത്തിന്റെ ഭാഗങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് അടയാളപ്പെടുത്തുക. അവ ഓരോന്നും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എഴുതുക. ഓക്കെ. ചിത്രം പകർത്തി വരച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്രം എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പകർത്തി വരയ്ക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ച പോലെ തന്നെ എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക? ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ എഴുതുക. റൈറ്റ്. അപ്പൊ നോക്കാം ഏതൊക്കെ ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശ്വാൻകോശം പറഞ്ഞിട്ടുണ്ട്, ഡോർസൽ റൂട്ട് പറഞ്ഞിട്ടുണ്ട്, ആക്സോണൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡെൻഡ്രൈറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സിനാപ്റ്റിക് നോബ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ ഡോർസൽ റൂട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതെന്ത് വേണ്ട? ലേബൽ ചെയ്യണ്ട. ബാക്കി ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ധർമ്മങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഇങ്ങനെ 2 ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ നാഡീകോശത്തിൻ്റെ ചിത്രം കുറേ തവണ നമ്മളൊരു റഫ് പേജിൽ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ടെക്സ്റ്റ് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് ധർമ്മങ്ങൾ പഠിക്കുക. മൈലിൻ ഷീത്തിന്റെ ചിത്രവും
2 മാർക്കിനായിട്ട് അല്ലെങ്കിൽ 3 മാർക്കിനായിട്ട് തന്നെ വരാറുള്ളതാണ്. അതും ഇതുപോലെ എന്താന്ന് വെച്ചാൽ നമ്മുടെ മൈലിൻ ഷീറ്റ് ചിത്രം കൊടുക്കും, അത് അടയാളപ്പെടുത്താൻ വരും, എന്നിട്ട് മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങളും ചോദിക്കും. ക്ലിയർ? ഈ ഒരു പാർട്ടും കഴിഞ്ഞു. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.